ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിൻ്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിൻ്റെ ദൃഷ്ടികൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മനോഹരമായ ഈ പ്രാർത്ഥന യേശു ജെറൂസലേം നഗരത്തെ നോക്കി നടത്തുന്നതാണ്. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യേശു ജെറൂസലേം നഗരത്തിൽ അവിടെയുള്ള മനുഷ്യ മക്കളോട് അനേകം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. യേശു നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അവിടെ യേശു പ്രവർത്തിച്ചു, അടയാളങ്ങൾ കാണിച്ചു. എന്നിട്ടും അവിടെയുള്ള പലരും യേശുവിൽ വിശ്വസിക്കുവാനോ വചനത്തിൽ വിശ്വസിക്കുവാനോ തയ്യാറായില്ല. അവർ അവരുടേതായ വഴികളിലൂടെ തുടർന്നു. അവർ അവരുടേതായ വഴികളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ ഏറെ സങ്കടത്തോടെ, ദുഃഖത്തോടെ യേശു ജെറൂസലേം നഗരത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതാണ്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിൻ്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതെ, യേശു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: നിൻ്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വേണ്ടതുപോലെ കാണാൻ നിനക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും നിൻ്റെ കണ്ണ് ഒന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ കണ്ണ് അടച്ചു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായി പലരും പങ്കുവച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ദുശീലങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ, ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ, ചിലപ്പോൾ ചില തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ചിലർ വന്ന് പറയാറുണ്ട്, അച്ഛാ, ഏതോ ഒരു ശക്തി കണ്ണടച്ചു കൊണ്ടുപോകുന്നത് പോലെ അങ്ങ് പോയി, ഒത്തിരി അപകടം സംഭവിച്ചു, ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതിയില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഒരിക്കൽ പോലും ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് കരുതിയതല്ല എന്നൊക്കെ പങ്കുവച്ചിട്ടുള്ള അനേകരുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളവർ. അതേ, കണ്ണ് മറച്ചു പിടിക്കുന്ന ഒരനുഭവം, കണ്ണടച്ച് നമ്മളെ വേറെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്ന ഏതോ ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരനുഭവം. അങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് ഈശോ പോലും നമ്മുടെ മുമ്പിൽ പറയുകയാണ്. അവരുടെ കണ്ണുകൾ മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് യേശു മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ വന്ന് അങ്ങനെ ഒരു സംഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു കുടുംബത്തിൽ പോയി പതിവായി അവരെ സഹായിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഭവനത്തിലുള്ള ആ സ്ത്രീയും മക്കളും ഒക്കെയുണ്ട്. അവരുടെ ആ കുടുംബം, അവരുടെ കുടുംബത്തിൽ അവരുടെ ഭർത്താവ് വല്ലപ്പോഴും മാത്രമാണ് വീട്ടിൽ വരികയുള്ളൂ. ആ സ്ത്രീയുമായിട്ട് ഈ ചെറുപ്പക്കാരൻ വളരെ അടുപ്പത്തിലായി. മക്കളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. ഈ ചെറുപ്പക്കാരനേക്കാളേറെ പ്രായമുണ്ട് ആ സ്ത്രീക്ക്. അങ്ങനെ അവരുടെ വീട്ടിൽ സ്ഥിരമായി പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അറിയാതെ എപ്പോഴും ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വീണു. തുടർന്ന് പല തെറ്റുകളിലേക്കും ആ സ്ത്രീ ഈ ചെറുപ്പക്കാരനെ നയിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ അറിവില്ലായ്മയിൽ ആ സ്ത്രീ ഒത്തിരിയേറെ സമ്മാനങ്ങൾ ഈ ചെറുപ്പക്കാരന് കൊടുത്തു. ഒത്തിരിയേറെ ഫോണും അങ്ങനെയുള്ള ഒത്തിരിയേറെ സമ്മാനങ്ങളും നൽകി, പണം നൽകി.
ഇതെല്ലാം കിട്ടിയപ്പോൾ ഈ ചെറുപ്പക്കാരന് വണ്ടി വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ലഭിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരന് സ്ഥിരമായി ആ സ്ത്രീയുടെ കൂടെയും അടിമയായി മാറി. അവസാനം എൻ്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരൻ വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വിവാഹപ്രായമായി. ആ ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ചോദിക്കുന്നു, നീ എന്താ വിവാഹം കഴിക്കാത്തത്? പക്ഷേ ഇവനെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ആ സ്ത്രീ സമ്മതിക്കുന്നില്ല. ആ സ്ത്രീ ഇവനോട് പറഞ്ഞിരിക്കുകയാണ്, നീ വിവാഹം കഴിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഈ യുവാവ് ആകെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എവിടെയോ ഒക്കെ പോയി പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾ ചെയ്തിട്ടൊരു സ്വസ്ഥതയില്ല ഈ ചെറുപ്പക്കാരന്. ഇന്ന് അദ്ദേഹത്തിന് ആ സ്ത്രീ കൊടുക്കുന്ന പണമോ അവർ കൊടുക്കുന്ന ഫോണോ മറ്റൊന്നും ഒരു സന്തോഷം കൊടുക്കുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛാ ഞാൻ അങ്ങനെ അകപ്പെട്ടു പോയി, എൻ്റെ കണ്ണുകൾ അങ്ങനെ മൂടി, ഞാൻ അതിൽ അകപ്പെട്ടു പോയി. അച്ഛാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്ത്രീക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. എന്നെ അവരുടെ പിടിയിൽ നിന്ന് വിട്ടുതരണം. എനിക്ക് രക്ഷപ്പെടണം. അച്ഛൻ എനിക്ക് അതിനുള്ള വഴി പറഞ്ഞു തരണം എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ധ്യാനത്തിൽ സംബന്ധിക്കുവാനും നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ഞാൻ ചെറുപ്പക്കാരൻ ഉപദേശിച്ച ചില വഴികളും പറഞ്ഞു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് മാനസാന്തരപ്പെട്ടു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് അന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ ഈ സംഭവം അച്ഛൻ മറ്റുള്ളവരോട് പറയണം, അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പറയണം, പ്രത്യേകിച്ച് അച്ഛൻ ടി വിയിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയണം. കാരണം ഇത് അനേകർ മനസ്സിലാക്കണം. കാരണം കണ്ണുകൾ മറയ്ക്കപ്പെട്ട് നമ്മളറിയാതെ തന്നെ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു ശക്തി ഈ ലോകത്തിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ശക്തിയിൽ നിന്ന് കർത്താവായ യേശു ധ്യാനം കൂടുന്നതിലൂടെ, പ്രാർത്ഥിച്ചതിലൂടെ, നല്ല കുമ്പസാരം നടത്തിയതിലൂടെ എന്നെ രക്ഷിച്ചു. അച്ഛൻ അത് പറയണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. സ്നേഹമുള്ളവർ, ഇങ്ങനെയൊരു അനുഭവം അനേകരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തിരുവചനത്തിൽ ഇപ്രകാരം ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്നത്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിൻ്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 34-35 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം ഒരാളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കണ്ണുകളെ മൂടുന്ന, നമ്മുടെ കണ്ണുകളെ മറച്ചു പിടിക്കുന്ന ചില കെണികളെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈശോ പറയുകയാണ്, സുഖലോലുപത കെണിയായിത്തീരാം. സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, അത് ശരീരത്തിൻ്റെ സുഖമാകട്ടെ, സംസാരത്തിൻ്റെ സുഖമാകട്ടെ, കണ്ണുകളുടെ സുഖമാകട്ടെ, ഭക്ഷണത്തിൻ്റെ സുഖമാകട്ടെ, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം കെണിയായി മാറാം. കർത്താവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ലഹരി വസ്തുക്കളോടുള്ള മനുഷ്യൻ്റെ താല്പര്യം കെണിയായി മാറാം. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മനുഷ്യരുടെ ജീവിതത്തിൽ കെണിയായി മാറാം എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. സുഖം തേടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് പലപ്പോഴും പലരെയും അപകടങ്ങളിലേക്ക് നയിക്കുന്നു. സുഖം തേടുന്ന മനസ്സ് പലരെയും അപകടങ്ങളിലേക്ക് നയിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇൻ്റർനെറ്റിൽ വായിച്ച ഒരു സംഭവമാണ്, ഇൻ്റർനെറ്റിൽ കൊടുത്തിരുന്ന ഒരു സംഭവം വായിക്കാനിട വന്നു. അന്റാർട്ടിക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്ന എസ്കിമോസ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ്. അവർ അറിയപ്പെടുന്ന നല്ല നായാട്ടുകാരാണ്. അവർ അവിടെ ജീവിക്കുമ്പോൾ, അന്റാർട്ടിക്ക പ്രദേശത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വളരെ തണുപ്പുള്ള പ്രദേശമാണ്, മഞ്ഞുമലകളാണ്. അവിടെ അവർ താമസിക്കുമ്പോൾ അവിടെ അവർ ഇടയ്ക്ക് കണ്ടുമുട്ടാറുള്ള വളരെ ഉപദ്രവകാരികളായിട്ടുള്ള, അപകടകാരികളായിട്ടുള്ള ചെന്നായ്ക്കളുണ്ട്. പ്രത്യേകിച്ച് ചില വെളുത്ത ചെന്നായ്ക്കൾ. ഈ വെളുത്ത ചെന്നായ്ക്കൾ അവ അതിബുദ്ധിയുള്ളവരും അതോടൊപ്പം ശക്തിയും കാഴ്ചയുമുള്ളവരാണ്.
ഈ വെളുത്ത ചെന്നായ്ക്കളെക്കുറിച്ച് പറയുക, മനുഷ്യൻ്റെ മണം, മനുഷ്യൻ്റെ ഗന്ധം ഏകദേശം 2 മൈൽ ദൂരത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ചെന്നായ്ക്ക് കിട്ടും. അതനുസരിച്ച് ചെന്നായ്ക്ക് അതിൻ്റേതായ വഴികൾ കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം ഈ ചെന്നായ്ക്ക് ശക്തമായ കാഴ്ചയാണ് അതിൻ്റെ കണ്ണുകൾക്കുള്ളത്. ഞാൻ ആ പുസ്തകത്തിൽ, ആ ലേഖനത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ആ ചെന്നായ്ക്കുള്ള കണ്ണിൻ്റെ കാഴ്ച ഒരു മനുഷ്യന് ലഭിക്കുകയാണെങ്കിൽ ഏകദേശം 150 വാരം അകലെ നിന്ന് നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ വായിക്കാനുള്ള കാഴ്ച ആ മനുഷ്യനുണ്ടാകും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ, ഏകദേശം 150 മീറ്റർ വാരത്തിലധികം, 150 മീറ്റർ വാരം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 150 മീറ്ററിലധികം ദൂരെ നിന്നാൽ പോലും ന്യൂസ് പേപ്പർ വായിക്കുവാൻ കാഴ്ച കിട്ടും എന്ന് പറയുമ്പോൾ ആ കണ്ണുകളുടെ കാഴ്ച എത്ര ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാഴ്ചയിൽ അത്ര ശക്തരാണ് ചെന്നായ്ക്കൾ, മണം പിടിക്കുന്നതിൽ അത്ര ശക്തനാണ്, ബുദ്ധിയിൽ വളരെ ശക്തനാണ്. അതുകൊണ്ട് ഈ ചെന്നായ്ക്കളെ കൈകാര്യം ചെയ്യുക എളുപ്പമല്ല. ഈ ചെന്നായ്ക്കളെ വേട്ടയാടുക എളുപ്പമല്ല. അവയെ വകവരുത്ത് എളുപ്പമല്ല. എന്നാൽ ഈ എസ്കിമോസ് അവർ ചില കെണികൾ ഉപയോഗിച്ച്, തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ ശക്തരായ ചെന്നായ്ക്കളെ അവർ വകവരുത്താറുണ്ട്. അങ്ങനെ അവർ ഉപയോഗിക്കുന്നൊരു കെണിയെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. അവർ ഉപയോഗിക്കുന്ന കെണി ഇങ്ങനെയാണ്: അവരുടെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കത്തിയുണ്ട്. അത് നന്നായിട്ട് മൂർച്ച വരുത്തും. മൂർച്ച വരുത്തിയതിന് ശേഷം അവർ ചെയ്യുക, എളുപ്പത്തിൽ പിടിക്കാവുന്ന ഏതെങ്കിലും മൃഗത്തെ പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ രക്തം ഒരു പാത്രം നിറച്ചു വയ്ക്കും. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം, അവരുടെ കയ്യിലുള്ള കത്തി പിടി വരെ ആ രക്തപാത്രത്തിൽ മുക്കും. അതിനുശേഷം അവർ ചെയ്യുക, ആ കത്തി, ഈ രക്തപാത്രത്തിൽ മുക്കിയ ആ കത്തി അവർ പുറത്ത് തണുപ്പത്ത് ഉറയാൻ വയ്ക്കും. അപ്പോഴേക്കും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് ഉറഞ്ഞ് ഒരു ലെയറായി മാറും, ഒരു പാളിയായി മാറും. വീണ്ടും രക്തപാത്രത്തിൽ മുക്കും, വീണ്ടും തണുപ്പത്ത് ഉറയാൻ വയ്ക്കും, വീണ്ടും രക്തപാത്രത്തിൽ മുക്കും, വീണ്ടും തണുപ്പത്ത് ഉറയാൻ വയ്ക്കും, വീണ്ടും രക്തപാത്രത്തിൽ മുക്കും, വീണ്ടും തണുപ്പത്ത് ഉറയാൻ വയ്ക്കും. പലവട്ടം ഇത് ആവർത്തിച്ച് കഴിയുമ്പോൾ ആ കത്തിയുടെ ഷേപ്പ് മാറും. അത് നല്ല ഒരു ഭക്ഷണ പദാർത്ഥം പോലെയായി മാറും. അതിനുശേഷം ഈ എസ്കിമോസ് ചെയ്യുന്ന കാര്യം, ഈ കത്തിയുമായിട്ട് അവർ ഒത്തിരി ദൂരേക്ക് പോകും. അങ്ങനെ ഒത്തിരി ദൂരെ പോയി അവർ ഈ മഞ്ഞുമലകളിൽ ഈ കത്തി താഴ്ത്തി വയ്ക്കും, അതിൻ്റെ പിടി താഴ്ത്തി വയ്ക്കും. അതിൻ്റെ ആ വായ്ഭാഗം മാത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതിനുശേഷം അവർ പോരും. കുറേ നേരം കഴിയുമ്പോൾ ഈ ചെന്നായ്ക്ക് രക്തത്തിൻ്റെ മണം കിട്ടും. ചെന്നായ്ക്ക് രക്തം വളരെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ ചെന്നായ്ക്ക് മനുഷ്യരുടെ മണം കിട്ടും. ആ പ്രദേശത്തേക്ക് ചെന്നായി വരികയില്ല. അതുകൊണ്ട് മനുഷ്യൻ പോയി കഴിയുമ്പോൾ ചെന്നായി പതുക്കെ വരും. ചെന്നായി വന്ന് അത് സുരക്ഷിതമാണ് എല്ലാമെന്ന് മനസ്സിലാക്കിയിട്ട്, അവിടെ മറ്റാരുമില്ല, അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ചെന്നായി പതുക്കെ ആ രക്തം നക്കി കുടിക്കാൻ തുടങ്ങും. സ്നേഹമുള്ളവർ, ഈ ചെന്നായി ഇങ്ങനെ രക്തം നക്കി കുടിക്കാൻ തുടങ്ങുമ്പോൾ അന്റാർട്ടിക്ക പ്രദേശത്തെ തണുപ്പും ഈ രക്തത്തിൻ്റെ രുചിയും കൂടെ ആകുമ്പോൾ ഈ ചെന്നായുടെ നാവ് സാവധാനം ഒരു നംബ്നെസ്സിലേക്ക്, ഒരു മരവിപ്പിലേക്ക് പോകും. പിന്നീട് അതിങ്ങനെ ആർത്തിയോടെ നക്കി കുടിക്കുമ്പോൾ ഈ ചെന്നായുടെ നാവ് ഇങ്ങനെ മരവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചെന്നായ്ക്ക് നല്ല ചൂടുള്ള രക്തം കിട്ടിത്തുടങ്ങും. എവിടെ നിന്നാണ് ഈ ചൂടുള്ള രക്തം കിട്ടിത്തുടങ്ങുന്നത്? അപ്പോഴേക്കും അതിൻ്റെ നാവ് ആ കത്തിയിൽ കൊണ്ട് മുറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ നാവിൽ നിന്നാണ് രക്തം വരുന്നത്. പക്ഷേ അതിന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. മരവിച്ച നാവ്, ആ തണുപ്പിൻ്റെ പ്രത്യേകത, ആ രക്തത്തിൻ്റെ രുചിയുടെ പ്രത്യേകത അതിന് തിരിച്ചറിയാൻ സാധിക്കാതെ അത് വീണ്ടും ആർത്തിയോടെ നക്കിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ഈ ചെന്നായ്ക്ക് മനസ്സിലാകും, എന്തോ അപകടമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അതിൻ്റെ ശരീരത്തിൽ തളർച്ച തോന്നും. അത് കുറച്ചുകൂടെ ആർത്തിയോടെ നക്കിക്കുടിച്ച് പതുക്കെ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങും. പക്ഷേ ഏതാനും ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും ആ ചെന്നായി അവിടെ മറിഞ്ഞു വീഴും. അങ്ങനെ ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും കാഴ്ചയുള്ള, ഇത്രയും മണം പിടിക്കുന്നതിന് ശക്തിയുള്ള ആ ചെന്നായി കെണിയിലകപ്പെട്ട് വീണു പോവുകയാണ്. സ്നേഹമുള്ളവർ,
എസ്കിമോസ് ഇത്രയും ശക്തനായ, ഇത്രയും ബുദ്ധിയുള്ള, കണ്ണിന് കാഴ്ചയുള്ള ഈ വെളുത്ത ചെന്നായ്ക്കളെ വകവരുത്തുന്നതിനെക്കുറിച്ച്, ആ കെണിയെക്കുറിച്ച് എഴുതിയിട്ട് അതിന് താഴെ മനോഹരമായ ചില ആത്മീയ ചിന്തകൾ ഒരു ആത്മീയ പിതാവ് എഴുതിയിരിക്കുന്നത് വായിക്കാനിട വന്നു. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ കെണിയായിത്തീരുന്നത് എങ്ങനെയാണ്? ചില ആളുകൾ ചില കാഴ്ചകളുടെ, സെക്സിൻ്റെ, അതോടൊപ്പം ചില ജഡികമായ താല്പര്യങ്ങളുടെ, കാഴ്ചകളുടെയൊക്കെ അടിമകളായി കെണികളിൽ അകപ്പെട്ട് ചിലരുടെ ജീവിതം അതിൽ തന്നെ അവസാനം മരവിച്ച മനസ്സോടെ അതിൽ തന്നെ തുടർന്ന് അവസാനം അവർ മറിഞ്ഞു വീണ് അവരുടെ ജീവിതം തകർന്നു പോകുന്നു. ചില ആളുകൾ ലഹരി വസ്തുക്കളുടെയും മദ്യത്തിൻ്റെയും ഒക്കെ കെണിയിൽ അകപ്പെട്ടു പോയി മരവിച്ച മനസ്സോടെ വീണ്ടും വീണ്ടും അത് കഴിച്ചും ആസ്വദിച്ചും അവസാനം അവരുടെ ശരീരവും ജീവിതവും ആത്മാവും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് ജീവിതത്തിൽ കെണിയായി മാറുമെന്ന് ദൈവം കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ സുഖാന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ, വളരെയധികം ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് കാഴ്ചകളുടെ ലോകം. മനുഷ്യനിന്ന് കാഴ്ചകളുടെ ലോകത്തിലാണ്. മനുഷ്യൻ്റെ കണ്ണുകളുടെ സുഖാന്വേഷണങ്ങൾ കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 13-ാം തിരുവചനം, പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ കർത്താവ് ദൈവം ഇങ്ങനെ ചോദിക്കുകയാണ്: കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. വചനം ചോദിക്കുകയാണ്, നിന്റെ കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. വചനം പറയുകയാണ്, അത്യാഗ്രഹമുള്ള കണ്ണ് അപകടമാണ്. കണ്ണിനെ സൂക്ഷിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ, അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. എസെക്കിയേൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, സഭാപ്രസംഗൻ പറയുന്നു: യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: കന്യകയുടെ മേൽ കണ്ണുവയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കന്യകയുടെ മേൽ കണ്ണുവയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം പഠിപ്പിക്കുന്നു: രൂപവതിയിൽ കണ്ണുപതിയരുത്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ നീ അഭിലഷിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ നീ അഭിലഷിക്കരുത്. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു വലിയ ആത്മസംയമനം ആവശ്യമാണ്.
ഈ സുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് വലിയ ആത്മസംയമനം ആവശ്യമാണ്. ജോബിനെ പോലെ നമ്മളും ഉടമ്പടി ചെയ്യേണ്ടതുണ്ട്. ജോബിനെ പോലെ നമ്മുടെ കണ്ണുകളോട് നമ്മൾ ഉടമ്പടി ചെയ്യേണ്ടതുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ജോബ് മനോഹരമായിട്ട് പറയുക, ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു സ്ത്രീയെ മോശമായി നോക്കാൻ സാധിക്കുകയില്ല, എനിക്കൊരു കന്യകയെ മോശമായി നോക്കാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കണ്ണുകൾക്ക് എന്തുമാത്രം സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സുഖാന്വേഷണങ്ങൾ, അവയെക്കുറിച്ച് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഏതെങ്കിലും കെണികളിൽ അകപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ, സോഷ്യൽ നെറ്റ്വർക്ക്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അവിടെ ഫേസ്ബുക്കുണ്ട്, വാട്സാപ്പുണ്ട്, ഈമോയുണ്ട്, അതോടൊപ്പം അതുപോലെ സ്കൈപ്പുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം നമ്മൾ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്, ഒത്തിരിയേറെ നമുക്ക് പ്രയോജനങ്ങളുണ്ട്, ഒത്തിരിയേറെ നമുക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന ഇത് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ നിരവധിയാണ്. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ കണ്ണുകളുടെ അടിമയായി നീ മാറരുത്, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിക്കണമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അരികിൽ വന്ന് പങ്കുവെച്ച ഒരു അനുഭവം എങ്ങനെയാണ്, അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ വളരെയധികം ആക്റ്റീവായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒത്തിരിയേറെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കൂടെ അങ്ങനെ അദ്ദേഹത്തിന് ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിച്ചു. അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് എന്നെ കാണാൻ വന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛൻ അറിയാവോ, ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എനിക്ക് കുറേ പേരുണ്ട്, അങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നല്ലാതെ എനിക്ക് മറ്റ് 2-3 വീടുകളിലായിട്ട് എനിക്ക് ഓരോരോ മക്കളുണ്ട്, അങ്ങനെ 3 മക്കൾ എനിക്ക് വേറെയുണ്ട്. അയാൾ എന്നോട് പങ്കുവെച്ചതാണ്. അയാൾക്ക് സ്വന്തം ഭാര്യയിൽ നിന്നല്ലാതെ വേറെ 3 പേരിൽ നിന്ന് ഓരോ കുട്ടികളുണ്ട്. അത് ഈ ഫേസ്ബുക്ക് വഴി അദ്ദേഹം പരിചയപ്പെട്ട ചില സ്ത്രീകളാണ്. സ്നേഹമുള്ളവർ, എന്തുമാത്രം ചില വ്യക്തികൾ തെറ്റുകളിലേക്കും അബദ്ധങ്ങളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നു. കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. മുന്നറിയിപ്പ് ഇതാണ്, നിന്റെ കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്, അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കർത്താവെ, സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചു നോക്കാം, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു നോക്കാം. ഏതെങ്കിലും കെണിയിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ടോ? സുഖലോലുപതയുടെ ഏതെങ്കിലും കെണിയിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ടോ? എൻ്റെ കാഴ്ചകൾ എങ്ങനെയാണ്? എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? എൻ്റെ വാട്സാപ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? എൻ്റെ സ്കൈപ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ഞാൻ ഏതെങ്കിലും കെണികളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ? എൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവേ, പ്രകാശം തരണമേ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ തീർച്ചയായിട്ടും കെണികളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈശോ അന്ന് ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി കൂടെയാണ്. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിൻ്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ വേണ്ട വിധം കാണാൻ ഈ ദിവസം ഞങ്ങൾക്ക് കണ്ണ് തുറന്നു തരണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ സുവിശേഷ പ്രഘോഷണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കണ്ണ് തുറന്ന് കിട്ടാനും സത്യം തിരിച്ചറിയാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ